ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യയിൽ ജനപ്രതിനിധിയായി ഒരു 60-അംഗ സഭയിൽ തിരുവല്ല സ്വദേശിയായ അനിൽകുമാർ കേശവുള്ള രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാർ കേശവുള്ള. ദക്ഷിണാഫ്രിക്കയിൽ മെയ് 29 നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ തുടർന്ന് ഈസ്റ്റേൺ കേപ്പ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലേക്ക് പത്തനംതിട്ട തിരുവല്ലം സ്വദേശി അനിൽകുമാർ കേശവപിള്ള രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അനിൽകുമാർ. 2019 മുതൽ 2024 വരെയായിരുന്നു ആദ്യ ടേം. രാജ്യത്തെ 9 പ്രവിശ്യകളിലാണ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറുകളുള്ളത്. ഹൈസ്കൂൾ അധ്യാപകനായി തൊഴിൽ ജീവിതം ആരംഭിച്ച അനിൽകുമാർ ലെജിസ്ലേറ്റീവ് നിയമനത്തിനു മുമ്പായി എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന അനിൽകുമാർ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ട്രേഡ് യൂണിയൻസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പാർട്ടികൾക്കുമുള്ള സീറ്റുകൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ അനുവദിക്കുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായാണ് അനിൽകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. 1 വർഷം നീളുന്ന നടപടിക്രമങ്ങളിലൂടെയാണ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഈസ്റ്റേൺ കേപ്പ് ലെജിസ്ലേച്ചറിലേക്കുള്ള 72 അംഗങ്ങളിൽ 24-ാം സ്ഥാനത്താണ് അനിൽകുമാർ. ലെജിസ്ലേറ്റീവ് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നതിനാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടുന്നതിനുമാലാണ് ഈ സ്ഥാനത്തേക്ക് അനിൽകുമാർ രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്. അനിൽകുമാറിന്റെ ഭാര്യ മിനി ഈസ്റ്റേൺ കേപ്പ് ഹൈസ്കൂൾ അധ്യാപികയാണ്. ഡോക്ടർമാരായ വിഷ്ണുവും മീരയുമാണ് മക്കൾ. ന്യൂസ് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.